എന്താണ് റൈസിൻ ഡാമിനസ്, അത് എങ്ങനെയൊക്കെ സംഭവിക്കുന്നു, അതുപോലെ ഫ്ലോറസിൻ വീടിന്റെ കെട്ടിടത്തിന്റെ ഉൾഭാഗങ്ങളിൽ ഉണ്ടാവുന്ന ഇന്റേണൽ ഡാമിനസ് ഇഷ്യൂസ് ഒക്കെ എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചാണ്. കോൺക്രീറ്റിന് ഒരിക്കലും റൈസിൻ ഡാമിനസ് സംഭവിക്കില്ല. ബെൽറ്റിലോ തറയുടെ ആ ഒരു ലെവലിലോ ഒരു ബെൽറ്റ് അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്ട്രക്ചർ കൊടുക്കുന്നത് അതൊരു ടൈ ബീമായിട്ട് ആക്ട് ചെയ്യും. അതിനോടൊപ്പം തന്നെ അതൊരു ഡാം പ്രൂഫ് ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റിൽ കൂടെ കവർ ചെയ്തിട്ട് ഒരു റൈസിൻ ഡാമിനസ് വെള്ളം ഒരിക്കലും കയറി വരില്ല. പകരം നമ്മൾ ബെൽറ്റ് കൊടുക്കാത്ത വീടുകളിൽ കരിങ്കല്ല് ഉപയോഗിച്ചിട്ടോ ലാറ്ററൈറ്റ് ഉപയോഗിച്ചിട്ടോ ബെൽറ്റ് ഇല്ലാതെ വീട് പണിത വീടുകളിൽ റൈസിൻ ഡാമിനസിനുള്ള ഒരു ചാൻസ് ഉണ്ട്. വാട്ടർ ടേബിൾ വളരെ ഹയർ ആയിട്ടുള്ള പാടം, കുളം, പുഴ ഇതൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളിലും കോൺക്രീറ്റ് അല്ലാത്ത പോറസ് ആയിട്ടുള്ള ബ്രിക്കിൽ കൂടെ റൈസിൻ ഡാമിനസിനുള്ള ഹയർ ചാൻസ് ഉണ്ട്. മറ്റൊരു റൈസിൻ ഡാമിനസ് പോലത്തെ ഫ്ലോറസിൻ സംഭവിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ വീട് പണി നടക്കുമ്പോൾ സമയത്ത് തന്നെ നമ്മൾ പ്ലാസ്റ്ററിങ്ങും മറ്റുമായിട്ട് ഒരുപാട് നനയ്ക്കുന്നുണ്ട്. ഈ പ്ലാസ്റ്ററിങ്ങിന് നനയ്ക്കുന്ന വെള്ളം അതിനുള്ളിലെ ജലാംശം മുഴുവനായിട്ട് ഫുള്ളായിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്ത് പോകാനായിട്ട് ഇന്റേണൽ വാൾസിൽ കുറഞ്ഞത് 3 മാസം, അതായത് 90 ദിവസമെങ്കിലും ഏറ്റവും മിനിമം എടുക്കും. ഇത് ഏഷ്യൻ പെയിന്റ്സിന്റെ വെബ്സൈറ്റിലും കൂടി അവർ മെൻഷൻ ചെയ്യുന്നതാണ്. എക്സ്റ്റേണൽ ഭാഗങ്ങളിൽ 45 ദിവസം ഏറ്റവും ചുരുങ്ങിയത് എടുക്കും. ഈ 45 ദിവസത്തിനുള്ളിൽ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്ത് പുട്ടിയിട്ട് വരികയാണെങ്കിൽ ആ പുട്ടി കൂടുതൽ ജലാംശത്തിന്റെ പുറത്തേക്ക് പോകാൻ സാധിക്കാതെ വരും. ഇങ്ങനെ ബ്രീത്ത് ഔട്ട് ചെയ്ത് പുറത്തു പോകാൻ സാധിക്കാത്ത ജലാംശമാണ് പുതിയ വീടുകളിൽ റൈസിൻ ഡാമിനസിന് കാരണമാകുന്നത്.